നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഏറ്റവും ഗുണങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കുന്ന ഈ കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മഹാവിജയങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ദോഷഫലങ്ങൾ പാടെ മാറ്റിക്കൊണ്ട് ഗുണങ്ങൾ ഏറെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ ഭാഗ്യം അവരുടെ ജീവിതത്തിൽ പൂർണ്ണ തോതിൽ അനുഭവിക്കാൻ വേണ്ടി അവരുടെ ജാതകത്തിലെ ഇപ്പോൾ ദശാകാലം ഒന്ന് പരിശോധിച്ചുകൊണ്ട് അതും ഇപ്പോൾ പറയുന്ന ഫലങ്ങൾ അനുഭവവേദ്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ചില തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള ക്ഷേത്ര വഴിപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പൂർണ്ണ തോതിലുള്ള ദോഷഫലങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മിന്നിത്തിളങ്ങുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. അധികം ദീർഘിപ്പിക്കുന്നില്ല. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ എത്തിച്ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വിവാഹ സംബന്ധമായ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു. വിവാഹം ഉറപ്പിച്ച ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എത്ര തന്നെ വിഷമതകളുള്ള സമയമാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് എത്ര തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. വിവാഹം നടക്കാനുള്ള ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ്. അതുമാത്രമല്ല, ഇഷ്ടപ്പെട്ട വിവാഹം അത് നടക്കാനുള്ള ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വിവാഹശേഷം ലഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, തൊഴിൽ തടസ്സങ്ങൾ മാറുന്നു. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയും മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വിജയം ഇവർക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് ഉദ്യോഗാർത്ഥികൾ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വിജയം സുനിശ്ചിതമാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർച്ചകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ്. പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പണം ഇല്ലാതെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും കുടുംബ ജീവിതവും ഒക്കെ താറുമാറായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ധനം സമാഹരിക്കാനും ധനം കയ്യിൽ വന്നു ചേരുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള നേട്ടത്തിനോ അതോടൊപ്പം തന്നെ ബിസിനസ് പരമായോ വലിയ ഉയർച്ചകൾ വരികയും അതിലൂടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. പുതിയ നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യ കല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇവിടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു ആഗ്രഹത്തിനും വളരെ എളുപ്പത്തിൽ തന്നെ ഫലസിദ്ധി വന്നു ചേരുന്നു. മനസ്സിൽ ആശ പൂവിടുന്ന ഒരു സമയം, അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവസരങ്ങളും വഴികളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. തൊഴിൽ പരമായിട്ട് ഒട്ടേറെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവിതം തന്നെ മാറിമറിയുന്ന ഒരു സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു. മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. പഠനകാര്യത്തിൽ വലിയ
ഉയർച്ചകളും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും വന്നുചേരാൻ സാധിക്കുന്നു. മത്സര പരീക്ഷകളിൽ വലിയ മുന്നേറ്റവും ഉയർച്ചയും ഉയർന്ന മാർക്കും ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ഥല സംബന്ധമായി വീട് സംബന്ധമായിട്ടുള്ള തർക്കത്തിൽ നിന്ന് മുക്തി നേടുന്നു. സ്വന്തമായി ഭൂമി കൈവശം വരാനുള്ള ഒരു ഭാഗ്യവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇവർക്ക് അടുത്ത് തന്നെ ജോലി ലഭിക്കുന്നതിനും മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെട്ട തൊഴിൽ ഇടത്തിൽ ഉയർന്ന തസ്തികകൾ ലഭിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഗൃഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഗൃഹനിർമ്മിതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും അത് സ്വന്തമാക്കുന്ന സമയത്ത് ഒട്ടേറെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. പുതിയ ബിസിനസ് കരാറുകൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ച ഒരു വിവാഹം, ഒരു ജീവിത പങ്കാളി അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയം കൂടിയാണ്. തുടർന്ന് തന്നെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന അവരുടെ പദ്ധതികൾ, കിട്ടാനുള്ള കടം, മേടിച്ച ആളിൽ നിന്നും പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു. എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധന വരവ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അവർ വിചാരിക്കാത്ത നേരത്തായിരിക്കും, വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ ജീവിതത്തിൽ പണസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് മനസ്സമാധാനം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ചു കാണുന്ന സമയമാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുന്ന പരിഹാരവും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സംരംഭങ്ങൾ സമചിത്തതയോടുകൂടി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന പുതിയ സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ വഴി അവരുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വരുമാന വർധനവുണ്ടാകും. ചെലവുകൾ അധികരിക്കാതെ നോക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് കുടുംബപരമായി ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സ്വത്തുവകകൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയം. സർക്കാർ ജോലിക്ക് പോലും ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. അപ്രതീക്ഷിത ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം. ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്നു. ഒട്ടേറെ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും. തൊഴിൽ രംഗത്ത് വലിയ വലിയ നേട്ടങ്ങൾ കാണാൻ സാധിക്കുന്നു. ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ആളുകളിൽ നിന്ന് സൗഹൃദപരമായിട്ടുള്ള ഒരു അടുപ്പം ഒന്നു ചേർന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ ഔചിത്യത്തോടുകൂടി എടുക്കുക, ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എടുക്കുക. അതോടൊപ്പം തന്നെ പ്രവർത്തന മികവ് ഇവർക്ക് കൈവരും. ഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സ്ഥലവും വീടും ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറി വരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ്. കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഇഴയടപ്പം വന്നു ചേരുന്നു. കടങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. അനുകൂലമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നു. ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.